ഹലോ ഗായ്സ്, എൻ്റെ പേര് ചെയ്തു. അപ്പോൾ നമ്മൾ എക്സ്പ്രസ് സീരീസിൻ്റെ 3-ാമത്തെ എപ്പിസോഡിലോട് സ്വാഗതം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നല്ല. നമുക്ക് ഇവിടെ കുറേ പേര് ചോദിച്ചു ഫുഡ് ഫാം ഉണ്ടാക്കുമെന്ന്. സോ നമ്മളങ്ങനെ ഫുഡ് ഫാം ഉണ്ടാക്കാൻ പോകണം. പിന്നെ ഞാനിവിടെ കുറച്ച് സ്റ്റെപ്പൊക്കെ വെച്ചു. പിന്നെ ഇവിടെ ഇത്രയും ഡിസൈനൊക്കെ ചെയ്തു. പിന്നെ ഇതെൻ്റെ സ്റ്റോറേജിൻ്റെ ഇവിടെ ഡിസൈൻ ചെയ്തു. പിന്നെ ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ കാണിച്ചു ഇവിടെ ഒന്നും ലേബൽ ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്തു. ഞാനിവിടെ ഐറ്റംസൊക്കെ കറക്റ്റായിട്ട് സോർട്ട് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. സോ വരും എപ്പിസോഡിലൊക്കെ ഇതൊക്കെ നിറയും. സോ നമുക്ക് ഒരു ഓട്ടോമാറ്റിക് സ്റ്റോറേജ് ഉണ്ടാക്കണം. അപ്പം എന്തായാലും നമ്മൾ ഇന്ന് എന്താണ് ചെയ്യാൻ പോകുന്നത്. പിന്നെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഇതാ നമ്മളിതിൻ്റെ ഉള്ളിൽ ചെറുതായിട്ട് ഡിസൈൻ ചെയ്ത് കുറച്ച് മാത്രം. ഞാനിവിടെ എന്താ സ്മെൽറ്റ് ചെയ്യാൻ വെച്ചേ. ഓക്കെ, അതും കിട്ടി. സോ ഇന്ന് നമുക്ക് എന്താണ് ചെയ്യാനുള്ളതെന്ന് ചോദിച്ചാൽ നമുക്കിവിടെ ചെയ്യാനുള്ള ചെറിയൊരു ഫുഡ് ഫാർമാണ്. ഓക്കെ, അപ്പം ഇത്രയും പേരൊക്കെ ഫുഡ് ഫാം ഉണ്ടാക്കാൻ ചോദിച്ചപ്പോൾ നമ്മൾ പിന്നെ ഫുഡ് ഫാം ഉണ്ടാക്കാണ്ടിരിക്കരുത്, കാരണം നമുക്ക് ഫുഡ് വേണം. അപ്പം നമ്മൾ ഫുഡ് ഫാം ഉണ്ടാക്കാൻ പോവാണ്. എവിടെയാണ് ഫുഡ് ഫാം വേണ്ടത്? നമുക്ക് ഏകദേശം ഒറ്റ മിനിറ്റ്. നമുക്കിപ്പോൾ എവിടെ ഫുഡ് ഫാം നമുക്ക് ഏകദേശം ഇത് ഇവിടെ ആയിട്ട് ഉണ്ടാക്കിയാലോ, ഈ ഒരു പ്ലേസിൽ. അതിനായിട്ട് നമുക്ക് ഒരു ഒറ്റ മിനിറ്റ്. കാര്യം നമുക്ക് നല്ലൊരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഏരിയ അതാ ഇവിടെ നമുക്ക് ചെറിയൊരു ഫാം അങ്ങ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ ഒരു ഷവലെടുത്തിട്ട് ഇവിടെ സ്ഥലം അത്യാവശ്യമുണ്ട്. ഷവലെടുത്തിട്ട് ഇവിടെ ചെറിയൊരു കുഴി വെട്ടുക. എന്നിട്ട് ഇവിടെ കുറച്ച് വെള്ളം ഒഴിക്കുക. എന്നിട്ട് ഇത് വെച്ചിട്ട് എൻ്റെ അടുത്ത് ഹോയില്ലല്ലോ, ഞാൻ പോയി ഹോ ക്രാഫ്റ്റ് ചെയ്യട്ടെ. എന്തെങ്കിലും ഒന്ന് മറക്കും. സോ ഞാൻ പോയി ഹോ ക്രാഫ്റ്റ് ചെയ്തിട്ട് വരാം. ഓക്കെ, നമ്മളങ്ങനെ ഹോ ക്രാഫ്റ്റ് ചെയ്തു. ഇനി എവിടെയായിരുന്നു? ഓക്കെ, താഴെ ഇവിടെയൊക്കെ ഫുള്ള് മോബാണ് കേസ്. മോബ് എന്ന് പറഞ്ഞാൽ മോബിൻ്റെ കളിയാണ്. ഞാനിവിടെ ടോർച്ചൊക്കെ ചെയ്തിട്ടുണ്ട്. സോ നമുക്കിവിടെ നിന്ന് ഇതങ്ങ് ടിൽറ്റ് ചെയ്ത് തുടങ്ങാം. 1 2 3 4 5 6 7 ഓക്കെ ഒറ്റ മിനിറ്റ്. ഇത്ര മതി. എത്രയത്? 1 2 3 4 5. ഈ ബഗ് റോക്ക് എഡീഷൻ്റെ കാര്യം ഗ്ലിച്ചടിക്കുന്നത്. 1 2 3 4 ഇവിടെ 5. ഇനി ഞാൻ ജസ്റ്റ് ഇതൊന്ന് കൂട്ടി യോജിപ്പിച്ചോട്ടെ. ഇവിടെ നിന്ന് 5 വേണം. ഓക്കെ, ഞാൻ പറഞ്ഞു 1 2 3 4 5. നോക്കി, ഞാൻ ക്ലിക്ക് ചെയ്തിട്ടില്ല, എന്നിട്ട് വരെ ഇവിടെ ആയി. എൻ്റെ ബഗ് റോക്ക് എഡീഷൻ ഗ്ലിച്ചടിച്ചു. ഞാൻ തൊടാതെ തന്നെ ഇവിടെ ടിൽറ്റായി. ഏതോ ഈ ബഗ് റോക്ക് എഡീഷൻ്റെ ഒക്കെ കാര്യം ഇതാണ്. സോ എന്തൊക്കെയായാലും ഞാനിതാ നിങ്ങളെ കാണിക്കാൻ പറ്റിയില്ലെങ്കിലും ഇവിടെ ഇതൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മളങ്ങനെ ഇത്ര സ്ഥലത്താണ്. ഇവിടെയും കൂടെ ചെയ്യാമല്ലോ. സോ നിൽക്കോ, കണ്ട എന്താണിത്? സോ ഓക്കെ, നമുക്ക് ഇവിടെ നിന്ന് കുറച്ച് പുല്ല് പൊട്ടിച്ചപ്പോൾ തന്നെ 5 സീഡ് കിട്ടി. 1 മിനിറ്റ്, ഞാനൊന്ന് എൻ്റെ പെട്ടി പോയി നോക്കട്ടെ, അവിടെ ഉണ്ടാവാനാണ് ചാൻസ്. സോ ഗൈസ്, പിന്നെ വേറൊരു കാര്യം, നിങ്ങൾ ലൈക്കൊക്കെ അടിക്കാൻ മറക്കല്ലേ. സോ ഓക്കെ, നമ്മളങ്ങനെ 8 സീഡ് ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, 13 സീഡെങ്കിൽ 13 സീഡ് ഇതിനകത്തുനിന്ന് കിട്ടും. നമുക്കെന്തായാലും നേരെ ഇവിടെ കൊണ്ടുപോയി നടാം. പിന്നെ നമ്മൾ അടുത്ത എപ്പിസോഡിൽ മിക്കവാറും ഒന്നുകിൽ മോബ് ഫാം അല്ലെങ്കിൽ ഒരു വുഡ് ഫാം ആയിരിക്കും ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്കത് ഇവിടെ ഇങ്ങനെ നിരത്തി നട്ടം കൊടുക്കാം. ഓക്കെ, ബാക്കി 4 അതിങ്ങനെ നടാം. പിന്നെ ഇത് ബോൺ മീൽ ചെയ്യണമെന്ന് ചോദിച്ചാൽ എന്തായാലും ചെയ്ത് കളയാം. കുറച്ച് എന്നിട്ട് അങ്ങനെ ഫാം ചെയ്യാം. സോ നമ്മൾ ബോൺ മീൽ എടുത്തിട്ട് വേണം. എൻ്റെ കയ്യിൽ ബോൺ മീൽ ഉണ്ടാവുമോ? 2 ബോണ് ഇത് വെച്ച് ഞാൻ ബോൺ മീൽ നോക്കട്ടെ. 2 ബോണിൽ എത്ര എണ്ണം കിട്ടും? 6 എണ്ണം കിട്ടും. അതായത് 1 ബോണിൽ നിന്ന് 3 എണ്ണം നമുക്ക് കിട്ടും. 6 എണ്ണമെങ്കിൽ 6 എണ്ണം നമുക്ക് അവിടെ കൊണ്ടുപോയിട്ട് നേരെ ഒന്ന് ബോൺ മീൽ ചെയ്തോക്കാം. ഓക്കെ ബോൺ മീൽ ചെയ്യാം. 1 2 ഓക്കെ 1 2. യെസ്, ഈ ബഗ് റോക്ക് എഡീഷൻ എന്നെ ഇതാക്കുന്നു. ഓക്കെ, ഇത് ഇത്രയായി. ഓക്കെ, അത് കെട്ടി. ഇനി ഇത് അങ്ങ് പറിച്ചങ്ങ് എടുക്കുക. കറക്റ്റ് ഒരു ബ്രെഡിനുള്ള ഇതായിട്ടുണ്ട്. 3 എണ്ണം, 4 സീഡും കിട്ടി. ഓക്കെ, നമുക്കിത് ഫാം ചെയ്യണം. നന്നായിട്ടിരുന്ന് ഫാം ചെയ്താലേ നമുക്കിത് ചെയ്യാൻ സാധിക്കൂ. ഒന്നോട്ടുണ്ട്. സോ അതും കൂടി ഇവിടെ നട്ടിട്ട് നമുക്ക് നേരെ പോവാം. അയ്യോ, അവിടെ ഞാൻ തുള്ളിയപ്പോൾ ഒന്നുമില്ല. സോ ഇനി നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഒരു ഓട്ടോമാറ്റിക് അല്ല, മാനുവലായിട്ട് തന്നെ ഈ ഒരു വുഡൊക്കെ ഒന്ന് ഫാം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ചെറിയൊരു ഫാം ഉണ്ടാക്കിയെടുക്കണം. ഒരു റൂമിനകത്ത് നമുക്കിങ്ങനെ കുറേ വുഡ് നട്ടിട്ട്. കാരണം എന്താ ചോദിച്ചാൽ ഞാൻ ഈ ബക്കറ്റ് മല പോലത്തെ ഈ മലയിൽ നിന്ന് പുറത്തിറങ്ങാതെ എനിക്കൊന്നും കിട്ടില്ല.
അപ്പം നൈറ്റ് ആവുന്ന ഞാനൊന്ന് കിടക്കട്ടെ. സോ അപ്പം എന്താ പറയുക, നമുക്കൊരു ഫുഡിൻ്റെ ഇത് ഉണ്ടാക്കണം. അത് എവിടെയാണ് ഉണ്ടാക്കേണ്ടതാണ് എനിക്കിപ്പോൾ കിട്ടാത്തത്. അതായത് ഞാൻ ഇവിടെയുള്ള ഏതെങ്കിലും നമ്മൾ ഹോം ഉണ്ടാക്കിയ പോലെ എവിടെയെങ്കിലും തുളച്ചിട്ട് കുഴിച്ചിട്ട് അവിടെ ഉണ്ടാക്കണമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അതൊരു ഗുഹയ്ക്കകത്ത് ഞാൻ കാണിച്ചു തരാം എന്നൊക്കെ. സോ അതായത് നമ്മളിപ്പോൾ ഇതുണ്ടാക്കിയ പോലെ ഇവിടെ ഏതെങ്കിലും ഒരു സൈഡിൽ ഇത്രയും വെള്ളത്തിൽ ഇങ്ങനെ കുഴിച്ച് അവിടെ ഒരു വലിയൊരു റൂമാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ ഉണ്ടാക്കണോ അതോ വേറൊരു ഇതുണ്ടാക്കണോ, അങ്ങനെയൊക്കെയാണ് ഞാൻ ചോദിക്കുന്നത്. സോ അപ്പോൾ അതിൻ്റെ അഭിപ്രായം നിങ്ങൾ തന്നെ കമൻറ്റ് ബോക്സിനകത്ത് പറയാം. ഓക്കെ, അപ്പോൾ നമ്മൾ പിന്നെ മൈനിങ് ഒന്നും ഇതുവരെയായിട്ട് ചെയ്തിട്ടില്ല. അപ്പം നമ്മളെ കയ്യിലാണെങ്കിൽ ആകെപ്പാടെ ഉള്ളത് ഞാൻ കാണിച്ചു തരാം. അതാ വാല്യുബിൾ ഇത് നമ്മളെ അയണൊക്കെ കൊണ്ടുവെക്കുന്ന പെട്ടിക്കകത്ത് ഒരയണേ ഉള്ളൂ, വെറും ഒരേ ഒരയൺ. സോ നമ്മൾ അങ്ങനെ മൈനിങ് ചെയ്യണം. നമുക്ക് അങ്ങനത്തെ കുറേ പരിപാടികളുണ്ട്. അപ്പോൾ മൈനിങ് ചെയ്യാൻ പ്രിപ്പറേഷൻ എടുക്കണം. അപ്പം ഞാൻ എന്താ പറയുക, മൈനിങ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഇവിടെ കുറച്ച് കേവുകളൊക്കെ ഉണ്ട്. ഇതാണ്ട് നിങ്ങളിവിടെ കാണുന്നുണ്ടോ കേവ്? അയ്യോ, ഇവിടെ വെള്ളമാണല്ലോ. നമ്മളിപ്പോൾ ഇവിടെ മൈൻ ചെയ്യും നോക്കട്ടെ. നമുക്കിവിടെ ഏതെങ്കിലും കേവ് ഉണ്ടെങ്കിൽ അതിനകത്ത് കയറി മൈൻ ചെയ്യാം. ഞാനേ ഒരു കേവ് കണ്ടുപിടിച്ചിട്ട് നിങ്ങളെ അപ്പം തന്നെ അറിയിക്കാം. ഓക്കെ, ഞാനിങ്ങനെ കേവ് കണ്ടുപിടിക്കാണെന്നില്ല, ഇതെൻ്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. സോ ഈ കേവ്, ഒരു മിനിറ്റ്, എൻ്റെ ടോർച്ചൊന്ന് കയ്യിലോട്ട് എടുക്കുന്ന സേഫ് ആയിരിക്കും. ഈ കേവ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു കേവാണ്. ഇവിടെ നിന്ന് വെള്ളം പൊട്ടി വരുന്നുണ്ട്. ഇതൊരുമാതിരി കേവാണല്ലോ, നന്നായിട്ട് അടിയിലോട്ട് പോകുന്നുണ്ട് തോന്നുന്നു. ഞാൻ എന്തായാലും എന്നെക്കൊണ്ട് പറ്റുന്നത്രയും ജസ്റ്റ് ഇതൊന്ന് ലൈറ്റ് ചെയ്ത് വെച്ചാൽ കൊള്ളാമെന്നുണ്ട്. ഒന്ന് ലൈറ്റ് ചെയ്യട്ടെ. ഇവിടെ ഈ സ്പൈക്കൊക്കെ ഉണ്ട്, സൂക്ഷിച്ചും കണ്ട് ഇറങ്ങിയില്ലെങ്കിൽ പണി കിട്ടും. ഓ തോണ്ട് സോംബി വില്ലേജർ സോംബി പണി പാളി. ഒന്നും ആവില്ല. ഇവനെ പിടിച്ചിട്ടാൽ ഇവനൊന്ന് പിടിച്ച് നമുക്ക് ഇവനൊന്ന് കെട്ടിയിടാൻ നോക്കിയാലോ ഗൈസ്. ഇവനൊന്ന് കെട്ടിയിടാൻ നോക്കിയാൽ നമുക്ക് ഇവനെ ഉപകാരം വരുമോ? ഇനി സ്പോണാവുമായിരിക്കും. തൽക്കാലത്തേക്ക് ഇവനെ നമുക്കങ്ങ് തട്ടിയേക്കാം. ബടാ നീയല്ല. അയ്യോ, പോ ഗൈസ്. ബഗ്രോക്ക് എഡീഷൻ വർക്കിംഗ്. ഞാൻ അടിക്കുന്ന ഒരടി പോലും പുള്ളിക്ക് കൊള്ളുന്നില്ല. ഞാനിവിടെ ഡെഡ് ബോഡി ആവാനുള്ള ചാൻസ് കാണുന്നുണ്ട്. ഓക്കെ, അവനെ തീർത്തു. ബട്ട് ഞാനിവിടെ ഒരു അയൺ കണ്ടിരുന്നു. സോ പെട്ടെന്ന് സമയമില്ല. ഇവിടെയൊക്കെ ഒന്ന് ലൈറ്റ്. ഇവിടെയൊക്കെ ഫുള്ള് മോബ്. അതാണ്ട് അടുത്ത വില്ലേജർ സോംബി. ഞാൻ തൽക്കാലം ഇപ്പോൾ കയറുകയാണ്. നമുക്ക് ഒരു കാര്യം ചെയ്യാം, നാളെ നമുക്ക് ഈ ഒരു കേവ് എക്സ്പ്ലോറിങ് ആയിട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മളെ ഇന്നത്തെ ലെസ്പ്ലേ നിർത്തുന്നതിന് മുമ്പ് ഞാനൊന്ന് കയറിക്കോട്ടെ. സോ കയറി പോയാ? ഓക്കെ, അവന്മാരൊക്കെ പോയി. സോ ഞാനേ കയറട്ടെ. നോക്ക്, 4 ഹാർട്ടിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പം നമ്മളെ ഇന്നത്തെ ലെസ്പ്ലേ ഇത്രയേ ഉള്ളൂ. ഞാൻ ചിക്കൻ കഴിച്ചുകൊണ്ട് ഈ ലെസ്പ്ലേ നിർത്തും.